അമേരിക്കൻ കമ്പനികൾ, വൻകിട മെഡിക്കൽ കമ്പനികൾ, KKR അതേപോലെ തന്നെ ടാൾട്രോപ്പ് തുടങ്ങിയിട്ടുള്ള വൻ ബിസിനസ് ഗ്രൂപ്പുകളാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഷെയർ എടുത്തിട്ടുള്ളത്. അവർ ഷെയർ എടുക്കാനുള്ള കാരണം അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠനം നടത്തുന്നവരാണ് അവർ. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് സാധ്യതകളുള്ള ലാഭം മാത്രം, എങ്ങനെയായാലും ലാഭം പ്രതീക്ഷിക്കുന്ന സംരംഭങ്ങളിലെ അവർ കോടികൾ മുടക്കുള്ളൂ. കോടികളാണ് ഈ ഹോസ്പിറ്റലുകളിൽ അവർ മുടക്കിയിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ, ആ പഠനം എന്തായിരുന്നു വെച്ചാൽ, കേരളത്തിലെ ഓരോ വീട്ടിലും വരുന്ന ആളുകളിൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നതാണ് അവരുടെ പഠനം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അതേപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗികൾ, ഇത് ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ ഈ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. അവർ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് പഠനം നടത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർ മുടക്കിയ ആ ഫണ്ട് ഒരിക്കലും അവർക്ക് വിജയിക്കാത്ത രീതിയിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിനെന്താണ് വേണ്ടത്? ഈ ഒരു വിശുദ്ധ റമദാനിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ഇനി നോമ്പിന് നമ്മൾ നേടിയെടുത്ത ആത്മീയ ആരോഗ്യ ഒരു ചൈതന്യമുണ്ട്, ഒരു ഈമാനുണ്ട്, ഒരു വിശ്വാസമുണ്ട്. നമുക്ക് ക്ഷമ, അതായത് ഭക്ഷണത്തിൻ്റെ മേലിൽ ക്ഷമിക്കാൻ കഴിയും. നമ്മുടെ വീട്ടിൽ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടും നമ്മളതിന് വേണ്ട, നോ പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്, വേണ്ട എന്ന് വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നല്ല ദാഹമുണ്ടായിട്ടും നല്ല തണുത്ത മധുരപാനീയങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ലഭ്യമായിട്ടും നമ്മളത് കുടിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഈ തീരുമാനിക്കാനുള്ള ഒരു കരുത്ത് ഈ റമദാനിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റമദാന് ശേഷം വരുന്ന 11 മാസവും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ഈ പഠനത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും, ആ പഠനത്തെ തോൽപ്പിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലുമുള്ള മാറ്റം നമ്മൾ വരുത്തുക. വളരെ കുറഞ്ഞ അളവിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മായം ചേർന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഡാൽഡ പോലെയുള്ള ഭക്ഷണങ്ങൾ, എത്രയോ ആളുകളാണ് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ ബ്ലോക്കും വന്ന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ട്രാൻസ് ഫാറ്റുകളാണ്. കൃത്യമായിട്ടുള്ള നെയ്യ്, അതുപോലെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഓയിലുകൾ, അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളിലെ മറ്റു മായങ്ങൾ, മസാലപ്പൊടികൾ, ദിവസം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ. വൻകിട നമ്മൾ ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കറി മസാലകൾ, അതിൽ വരുന്ന മായങ്ങളെക്കുറിച്ച്, പൊടികളായിട്ട് വരുന്നതും മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സ്വയം നമ്മൾ വാങ്ങി കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ച മസാലകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നല്ല വെളിച്ചെണ്ണ മാത്രം, അത് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും മറ്റൊക്കെ നമ്മൾ സ്വയം നല്ല വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത് ഭക്ഷിക്കുക. വിവാഹങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാലും ഈ പൊതു സൽക്കാരങ്ങളിൽ, വിവാഹങ്ങളിൽ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ആളുകൾക്ക് രോഗമുണ്ടാക്കുന്ന ഇത്തരം നെയ്ച്ചോറും ബിരിയാണിയും മറ്റ് കബ്സയും മന്തിയും കൊടുക്കാതിരിക്കുക. നല്ല വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ മദ്രസകളിൽ നടക്കുന്ന, പള്ളികളിൽ നടക്കുന്ന പരിപാടികൾ, അതിലൊക്കെ പ്രധാനമായിട്ടും ഉസ്താദുമാർ, മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വിപ്ലവം, ഒരു മാറ്റം നമ്മൾ ഈ വിശുദ്ധ മാസത്തിൽ കൊണ്ടുവരാം. നമ്മൾ റമദാനെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നടത്തുമ്പോൾ അതിൽ ഇത്തരം ആരോഗ്യ ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്തി ഉമ്മത്തിനെ ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരണം മാത്രമേ ഇതിന് മാർഗുള്ളൂ. പ്രമേഹ രോഗം ബാധിച്ച് മരുന്ന് കഴിച്ച് കിഡ്നി തകർന്ന് രോഗികളായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിച്ചിട്ട് ഫാറ്റി ലിവറും ലിവർ സിറോസിസുമായിട്ട് ലിവർ തകർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പ്രമേഹവും പ്രഷറും ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരുപാട് ക്യാൻസറോജനിക് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ ചൂടുള്ള വസ്തുക്കൾ ഒഴിച്ച് കുടിക്കുന്നത്.